2026 വർഷഫലം. അത്തം നക്ഷത്രം കന്നിക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7-ലെ ശനിയും 10-ലെ വ്യാഴവുമായിരുന്നു വന്ന് നിന്നിരുന്നത്. 7-ലെ ശനിയാണ് നമുക്ക് ഇത്തിരി തടസ്സങ്ങൾ ചെയ്തിരുന്നതെങ്കിലും 10-ലെ വ്യാഴം നമുക്ക് നല്ല ഫലങ്ങളാണ്. ആ 10-ലെ വ്യാഴം ഇനി 11-ലേക്കാണ് വരുന്നത്. 11-ലേക്ക് വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥനായി വരുമ്പോൾ ഏറ്റവും നല്ല ഭാവമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലാഭസ്ഥാനം, നമ്മൾ ഇത്ര നാള് ഈ ഒരു വർഷമായിട്ട് നമ്മൾ ഓടി നടന്നിരുന്ന ലാഭം മുഴുവൻ വരുന്നൊരു സമയമാണ് കർക്കിടകത്തിലേക്ക് വരുന്നത്. അപ്പോൾ ജൂൺ മാസം 9-ാം തീയതിയാണ് വരിക. അപ്പോൾ ആ ജൂൺ മാസത്തോടു കൂടി നമ്മുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ട് അത് എന്നാണ് ശരിയാവുക എന്നൊക്കെ നോക്കിയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അതൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി തരാനായിട്ട് വ്യാഴം ആ കർക്കിടകത്തിലേക്ക് വരുന്നത്. നമ്മുടെ ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഫലം നമുക്ക് ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമുക്ക് വരും. ഈ എക്സാമൊക്കെ എഴുതി നോക്കിയിരിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നപ്പോൾ കുറേ എക്സാമുകളുണ്ട്, അവർക്കൊക്കെ ഒരു നല്ല അനുഭവങ്ങളാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ ഈ കർക്കിടകത്തിൽ വ്യാഴം വരുമ്പോൾ ഏറ്റവും നല്ലൊരു ഫലമാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇപ്പം ഇത്തിരി ഹാർഡ് വർക്കാണ്, ഇപ്പോഴൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുമെങ്കിലും നമുക്ക് ഈ 2026 ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമ്മൾ ചെയ്ത എഫേർട്ടിൻ്റെ ഫലമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിലിപ്പോൾ കുട്ടികളോ സ്ത്രീകളാണെങ്കിലും പുതിയ രംഗത്തേക്ക് ഇറങ്ങിപ്പെടുന്നവരായാലും ബിസിനസ് ആണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് ഏറ്റവും നല്ല ഭാവത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. പിന്നെ അതേപോലെ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട്, അതായത് 7 ശനിയാണല്ലോ, അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക. ഇതിലിപ്പോൾ ഈ അത്തം നക്ഷത്രക്കാരിൽ 7-ൽ ശനി നിൽക്കുമ്പോൾ തടസ്സങ്ങളുണ്ട് ആവും എന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ഈ വ്യാഴമൊക്കെ 11-ലേക്ക് വരുമ്പോൾ ആ തടസ്സങ്ങളൊക്കെ മുന്നേറിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെയൊക്കെ ഫലം നമുക്ക് ഈ ഒരു പ്രാവശ്യം കിട്ടാനായിട്ട് സാധിക്കും. ഈ ഒരു വർഷം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിലും ഗുണാധിക്യമാണ് കൂടുതൽ ഉണ്ടാവുക. ഗുണങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഭാവമാണ് ഉണ്ടാവുക.